ആധുനിക ലോകത്തിൻ്റെ ചലനങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ഇന്നും ഏറ്റവുമധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് തലമുറകൾ തമ്മിലുള്ള വ്യത്യാസം. അതിൽ തന്നെ ജെൻസി അഥവാ 2K കിഡ്സ് എന്ന് വിളിക്കുന്ന വിഭാഗം അവരുടെ സവിശേഷതമായ സ്വഭാവ രീതികൾ കൊണ്ടും ലോകവീക്ഷണം കൊണ്ടും എല്ലാവരെയും അമ്പരപ്പിക്കുന്നവരാണ്. പഴയ തലമുറയെ അപേക്ഷിച്ച് കൂടുതൽ ആത്മവിശ്വാസമുള്ളവരും കാര്യങ്ങൾ തുറന്നു പറയാൻ മടിയില്ലാത്തവരും സാങ്കേതികവിദ്യയിൽ അസാമാന്യമായ പ്രാവീണ്യമുള്ളവരുമാണ് ഇവർ. എന്നാൽ ഈ തിളക്കമാർന്ന വിശേഷണങ്ങൾക്കിടയിൽ നമ്മെ ഗൗരവമായി ചിന്തിപ്പിക്കേണ്ട ഒരു പഠന വിവരം പുറത്തു വന്നിരിക്കുകയാണ്. മുൻ തലമുറകളെക്കാൾ ബുദ്ധിശക്തിയിൽ പിന്നിലായ ആദ്യത്തെ തലമുറയാണ് ജെൻസി എന്നാണ് പ്രമുഖ ന്യൂറോ സയൻറ്റിസ്റ്റായ ഡോക്ടർ ജാരേഡ് കൂണി ഹോർവാത്ത് മുന്നറിയിപ്പ് നൽകുന്നത്. ഇത് കേവലം ഒരു വിമർശനമല്ല, മറിച്ച് ഗൗരവകരമായ ശാസ്ത്രീയ നിരീക്ഷണമാണ്. എന്താണ് യഥാർത്ഥത്തിൽ ജെൻസിയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കുമ്പോൾ 2010 മുതലുള്ള ഡേറ്റകൾ നമുക്ക് വലിയൊരു സൂചന നൽകുന്നുണ്ട്. 20-ാം നൂറ്റാണ്ടിലുടനീളം ഓരോ പുതിയ തലമുറയും മുൻപത്തേതിനേക്കാൾ ഉയർന്ന IQ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെ ശാസ്ത്രലോകം ഫ്ലിൻ എഫക്റ്റ് എന്നാണ് വിളിച്ചിരുന്നത്. മെച്ചപ്പെട്ട പോഷകാഹാരം, മികച്ച വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, പരിസ്ഥിതിയുമായുള്ള കൂടുതൽ സമ്പർക്കം എന്നിവയെല്ലാം ഇതിന് കാരണമായി പറയപ്പെട്ടിരുന്നു. എന്നാൽ ഈ വളർച്ചാ ഗ്രാഫ് 2010ഓടെ താഴേക്ക് പോകാൻ തുടങ്ങിയെന്ന് ഹോർവാത്ത് ചൂണ്ടിക്കാട്ടുന്നു. ലോകം സാങ്കേതിക വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും വരും തലമുറയുടെ വൈജ്ഞാനിക ശേഷിയിൽ ഇടിവ് സംഭവിക്കുന്നത് വലിയൊരു വൈരുദ്ധ്യമാണ്. 20-ാം നൂറ്റാണ്ടിലെ കുട്ടികളെക്കാൾ കൂടുതൽ സമയം ജെൻസികൾ സ്കൂളുകളിലും കോളേജുകളിലും ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവരുടെ ശ്രദ്ധാപരിധി അഥവാ അറ്റൻഷൻ സ്പാൻ, ഓർമ്മശക്തി, വായനാശീലങ്ങൾ, ഗണിതശാസ്ത്രപരമായ കഴിവുകൾ എന്നിവ മില്ലേനിയലുകളേക്കാൾ വളരെ താഴെയാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ മാറ്റത്തിന് പിന്നിലെ പ്രധാന വില്ലനായി ഡോക്ടർ ഹോർവാത്ത് ചൂണ്ടിക്കാട്ടുന്നത് സാങ്കേതിക വിദ്യയുടെ അമിതമായ ഉപയോഗത്തെയാണ്. പ്രത്യേകിച്ചും വിദ്യാഭ്യാസ രംഗത്ത് എടെക് ഉപകരണങ്ങൾ അനിയന്ത്രിതമായി കടന്നു വന്നത് ജെൻസിയുടെ മസ്തിഷ്ക വികാസത്തെ പ്രതികൂലമായി ബാധിച്ചു. മുൻപത്തെ തലമുറകൾക്ക് ഒരു കാര്യത്തിൽ അറിവ് നേടണമെങ്കിൽ കഠിനാധ്വാനവും ആഴത്തിലുള്ള വായനയും ആവശ്യമായിരുന്നു. വിവരങ്ങൾ വിശകലനം ചെയ്യാനും അവ മനസ്സിൽ സൂക്ഷിക്കാനും മസ്തിഷ്കം തുടർച്ചയായി പരിശീലിപ്പിക്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്നെല്ലാം വിരൽത്തുമ്പിൽ ലഭ്യമാണ്. ഗൂഗിളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും നൽകുന്ന വേഗത്തിലുള്ള ഉത്തരങ്ങൾ കുട്ടികളുടെ ചിന്താശേഷിയെ മന്ദീഭവിപ്പിക്കുകയാണ് ചെയ്തത്. വിവരങ്ങൾ പെട്ടെന്ന് ലഭിക്കുമ്പോൾ അത് ദീർഘകാലത്തേക്ക് ഓർത്തുവെക്കേണ്ട ആവശ്യം മസ്തിഷ്കത്തിന് ഇല്ലാതാകുന്നു. ഇത് മസ്തിഷ്കത്തിൻ്റെ വൈജ്ഞാനിക വികാസത്തെ പരിമിതപ്പെടുത്തുന്നു. ഗണിതശാസ്ത്രപരമായ കഴിവുകളിലും പ്രശ്നപരിഹാര ശേഷികളിലും ഈ മാറ്റം വളരെ പ്രകടമാണ്. സങ്കീർണമായ ഒരു ഗണിത പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ പഴയ തലമുറയിലെ വിദ്യാർത്ഥികൾ അതിൻ്റെ ഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുകയും യുക്തിപരമായ ചിന്തകൾ പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ജെൻസിയുടെ കാര്യത്തിൽ പലപ്പോഴും സാങ്കേതിക ഉപകരണങ്ങൾ ആ ജോലി ഏറ്റെടുക്കുന്നു. ഇത് മസ്തിഷ്കത്തിൻ്റെ ന്യൂറോണുകൾ തമ്മിലുള്ള ബന്ധത്തെ ദുർബലപ്പെടുത്തുന്നു. അതുപോലെ തന്നെ വായനയുടെ കാര്യത്തിലും വലിയ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പുസ്തകങ്ങളിലൂടെയുള്ള ആഴത്തിലുള്ള വായനയിൽ നിന്നും മാറി സ്ക്രീനുകളിലൂടെയുള്ള ഓടിച്ചു വായനയിലേക്കാണ് പുതിയ തലമുറ മാറിയിരിക്കുന്നത്. ഇത് വിവരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യാനുള്ള അവരുടെ കഴിവിനെ ഇല്ലാതെയാക്കുന്നു. വായന കേവലം ഉപരിപ്ലവമായ ഒരു പ്രവർത്തനമായി മാറുമ്പോൾ ആശയങ്ങൾ തമ്മിലുള്ള ബന്ധം കണ്ടെത്താനോ പുതിയ നിഗമനങ്ങളിലെത്താനോ മസ്തിഷ്കത്തിന് സാധിക്കാതെ വരുന്നു. ശ്രദ്ധാപരിധി കുറയുന്നതാണ് മറ്റൊരു പ്രധാന വെല്ലുവിളി. സോഷ്യൽ മീഡിയയിലെ ഷോർട്ട് വീഡിയോകളും റീലുകളും വിവരങ്ങളുടെ അതിപ്രസരവും ജെൻസിയുടെ ശ്രദ്ധയെ നിരന്തരം വിഭജിക്കുന്നു. ഒരു കാര്യത്തിൽ ദീർഘനേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത അവസ്ഥ വൈജ്ഞാനിക വികാസത്തെ ഗണ്യമായി ബാധിക്കുന്നു. ശാസ്ത്രീയമായി പറഞ്ഞാൽ തലച്ചോറിന് ഒരു കാര്യം പഠിച്ചെടുക്കാൻ ശാന്തമായ അന്തരീക്ഷവും ഏകാഗ്രതയും ആവശ്യമാണ്. എന്നാൽ തുടർച്ചയായ നോട്ടിഫിക്കേഷനുകളും ഡിജിറ്റൽ ശബ്ദങ്ങളും തലച്ചോറിനെ എപ്പോഴും ഒരുതരം വിഭ്രാന്തിയിൽ നിർത്തിയിരിക്കുന്നു. ഇത് കുട്ടികളുടെ പഠന നിലവാരത്തെ മാത്രമല്ല, അവരുടെ സർഗാത്മകതയെ പോലും ദോഷകരമായി ബാധിക്കുന്നുണ്ടെന്ന് ഡോക്ടർ ഹോർവാത്ത് തൻ്റെ ഗവേഷണങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. എന്നാൽ ഈ പഠനങ്ങളെ കേവലം ജെൻസിയെ കുറ്റപ്പെടുത്താനുള്ള ആയുധമായി നമ്മൾ കാണരുത്. കാരണം ഈ മാറ്റങ്ങൾക്ക് അവരെക്കാൾ ഉത്തരവാദികൾ അവർ ജീവിക്കുന്ന സാഹചര്യം ഒരുക്കിക്കൊടുത്ത മുൻ തലമുറകൾ കൂടിയാണ്. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുമ്പോഴും അതിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ നമുക്ക് സാധിച്ചോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് കാണുന്ന ജെൻസികളിൽ നമ്മുടെ മക്കളും സഹോദരങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. അവരെ തള്ളിപ്പറയുന്നതിന് പകരം അവർ നേരിടുന്ന വൈജ്ഞാനിക പ്രതിസന്ധികളെ മറികടക്കാൻ നമ്മൾ അവരെ സഹായിക്കുകയാണ് വേണ്ടത്. ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ ഓരോ തലമുറയും അടുത്ത തലമുറയ്ക്ക് താങ്ങായി മാറണം. ഡിജിറ്റൽ യുഗത്തിലെ ഈ തകർച്ചയെ പോസിറ്റീവായി കണ്ട് പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസ രീതികൾ ആവിഷ്കരിക്കേണ്ടതിൻ്റെ ആവശ്യമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. സ്കൂളുകളിലും വീടുകളിലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിന് കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം.
ഗാഡ്ജറ്റുകൾക്ക് പകരം പുസ്തകങ്ങളെയും നേരിട്ടുള്ള സംഭാഷണങ്ങളെയും പ്രോത്സാഹിപ്പിക്കണം. കുട്ടികളെ സ്വയം ചിന്തിക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രായോഗികമായ അറിവുകൾ പകർന്നു നൽകണം. മനസ്സിൻ്റെ ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നതിനുള്ള വ്യായാമങ്ങളും കലകളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. സാങ്കേതികവിദ്യ ഒരു സഹായി മാത്രമാണെന്നും അത് നമ്മുടെ ചിന്താശേഷിയെ ഭരിക്കാൻ അനുവദിക്കരുതെന്നും അവരെ പഠിപ്പിക്കണം. ചുരുക്കത്തിൽ ജെൻസിയുടെ വൈജ്ഞാനിക ശേഷിയിൽ സംഭവിച്ച ഈ ഇടിവ് നമുക്ക് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. ലോകം എത്രത്തോളം സ്മാർട്ടാകുന്നുവോ അത്രത്തോളം നമ്മുടെ തലച്ചോറിൻ്റെ അധ്വാനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ അവസ്ഥ തുടർന്നാൽ വരും തലമുറകൾക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനോ നൂതനമായ ആശയങ്ങൾ രൂപീകരിക്കാനോ കഴിയാതെ വരും. ഈ വെല്ലുവിളിയെ ഗൗരവത്തോടെ കാണുകയും വരും തലമുറയെ ബുദ്ധിപരമായും മാനസികമായും ശക്തരാക്കാൻ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വൈജ്ഞാനിക തകർച്ചയെ പ്രതിരോധിക്കാൻ മനുഷ്യസഹജമായ ജിജ്ഞാസയെയും സർഗാത്മകതയെയും വീണ്ടും ഉണർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.